ശ്രീ പി സി ജോർജ്, നമ്മൾ ശബരിമലയുടെ ഒരു ഞെട്ടൽ വിട്ടുമാറുന്നില്ല. ഓരോ ദിവസവും പുതിയ പുതിയ കൊള്ളയുടെ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെയാണ് മറ്റു ക്ഷേത്രങ്ങളിലും ഇത്തരത്തിൽ കൊള്ളയടി നടക്കുന്നതായുള്ള വിവരങ്ങൾ വരുന്നത്. ഏറ്റവും ഈ സമയത്ത് ജനം TV പുറത്തുവിടുന്ന പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് കോഴിക്കോട് ബാലുശ്ശേരി കോട്ടയിലും വലിയ കവർച്ച നടന്നിരിക്കുന്നു. അവിടെ നിന്ന് 20 പവൻ കാണാതായിരിക്കുന്നു എന്ന വിവരം പുറത്തു വരുന്നു. എന്താണ് ഇവിടെ ഈ ക്ഷേത്രങ്ങളെ കേന്ദ്രീകരിച്ച് ഈ കൊള്ളയടി നടത്തുന്നതിന് പിന്നിൽ പി സി ജോർജ്? അതായത് ഇത് ദൈവത്തിന്റെ സ്വത്താണ്, ആർക്കും മോട്ടിക്കാമല്ലോ. അതായത് ശബരിമലയിലെ കൊള്ളയായിട്ട് ബാലുശ്ശേരിയിലെ കൊള്ള കമ്പയർ ചെയ്യാൻ പറ്റില്ല. 20 പവന്റെ കണ്ടിട്ടുള്ളൂ. ഇതായത് ഇത് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ ശബരിമല തന്നെ എത്ര കോടി രൂപയുടെ സ്വർണം കട്ടെന്ന് ഇപ്പോഴും കണക്ക് കിട്ടിയിട്ടില്ല. ഇനി ബഹുമാനപ്പെട്ട കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം കോടതിയുടെ നേതൃത്വത്തിലാണ് നടന്നാലേ മനസ്സിലാവും. ബാലുശ്ശേരിയിൽ ഇപ്പൊ പുറത്തു വന്നു. ഇതുപോലെ നമ്മുടെ ക്ഷേത്രങ്ങളിലുള്ള എല്ലാ സ്ഥലങ്ങളിലും പണം ഉള്ളിടത്തെല്ലാം കൊള്ളയപ്പെടുക. അങ്ങനെ ഒരു മാർഗമുള്ളൂ. ഈ ക്ഷേത്രങ്ങൾ മുഴുവൻ വിശ്വാസികളെ ഏൽപ്പിക്കണം. ഞാനിത് ഒരു തിരുവനന്തപുരത്ത് പ്രസംഗിച്ചെന്നും പറഞ്ഞ് എന്നെ പ്രതിയാക്കിയ കോടതിയിൽ തിരുവനന്തപുരം കോടതി കേസെടുപ്പിച്ചയാളാ പിണറായി വിജയൻ. കാരണം പിണറായി വിജയന് മോട്ടിക്കാമല്ലോ. മുഖ്യമന്ത്രി ആയിരിക്കും മോട്ടി 9 കൊല്ലമായില്ലേ മോഷണം തുടങ്ങിയിട്ട് ശബരിമലയിൽ. എല്ലാ ക്ഷേത്രവും കൊള്ളയപ്പെടും. എല്ലാ ക്ഷേത്രത്തെയും ഭരണാധികാരി സഹാക്കന്മാരെ വെച്ചിരിക്കുക. എല്ലാവരും കോടീശ്വരന്മാരായില്ലേ. ലോട്ടറി കച്ചവടം നടത്തിക്കൊണ്ടിരുന്ന ഒരുത്തൻ ഇപ്പൊ കോടാനുകോടി കൂടി സ്വത്തിന് ഉടമയാണെന്ന് ഇങ്ങനെ CPM-ന്റെ പ്രവർത്തകൻ പറയുന്ന ഒരു ചാനലെല്ലാം കേട്ടില്ലേ നമ്മള്. ഇത് ദൈവത്തെ കൂടി കളിപ്പിക്കുക. ഇവന്മാരെ ദൈവശിക്ഷയ്ക്ക് വിധേയമായ ഒരു സംശയം വേണ്ട. ഈ കൊള്ള എങ്ങനെ അവസാനിപ്പിക്കാന്ന് വെച്ചാൽ, ഞാൻ ഇപ്പോഴും പറയുന്നു, വിശ്വാസികളെ ക്ഷേത്രങ്ങളെ ഏൽപ്പിക്കണം. വിശ്വാസികളെ ഏൽപ്പിക്കണമെന്ന് നിയമസഭ പറഞ്ഞ ആളാണ്. വിശ്വാസികളെ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ ക്ഷേത്ര വിശ്വാസപ്രകാരം ക്ഷേത്രത്തിൽ ആരാധന നടത്താൻ വരുന്ന ആളുകളുടെ കണക്ക് ഒരു വർഷം എടുത്തിട്ട് അവരെ വിളിച്ചുകൂട്ടി അവരിൽ നിന്ന് ഒരു കമ്മിറ്റിയെ തിരഞ്ഞെടുത്ത് അവരുടെ നേതൃത്വത്തിൽ ഈ ക്ഷേത്രങ്ങളുടെ ഭരണങ്ങളെല്ലാം നടന്നാൽ ഒരു കുഴപ്പം ഉണ്ടാകില്ല. അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി എന്നോട് പറഞ്ഞു, ഇപ്പം ഞാൻ സഭയിൽ പറഞ്ഞത്, അതായത് വളരെയധികം ക്ഷേത്രങ്ങൾ നിശ്ചിതദാന ചെലവ് വരുമാനമില്ലാത്തവരാണ്, അവർക്ക് പണം കൊടുക്കുന്നത് ഈ ശബരിമലയിലെ പണമാണ് എന്ന് അന്ന് പറഞ്ഞൊരു ന്യായീകരണം. ശരി, ഇപ്പോഴും അത് നടക്കുമല്ലോ. ഈ അയ്യപ്പ ഭക്തന്മാര് അവിടെ ഉള്ള അവരെ ജനകീയ കമ്മിറ്റി പണം കൈകാര്യം ചെയ്യുമ്പോൾ ഇതുപോലെ നിശ്ചിതദാന ചെലവിന് പണമില്ലാത്ത ക്ഷേത്രങ്ങളിലേക്ക് പണം കൊടുക്കാൻ അവർക്ക് അധികാരം കൊടുത്താൽ പ്രശ്നം തീർന്നില്ലേ? അത് ചെയ്യാതെ ജനകീയമായി ഈ സമിതികൾ മാറാതെ ആരാധനകൾ മാറാതെ, ഞാൻ ചോദിക്കട്ടെ, ക്രിസ്ത്യാനിയുടെ പള്ളി ആരുടെ കയ്യിലാണ്? ക്രിസ്ത്യാനിയുടെ കയ്യിലല്ലേ? മുസ്ലിങ്ങളുടെ മോസ്ക് എവിടെയാ? മഹൽ കമ്മിറ്റിയുടെ കയ്യിലില്ലേ? ഇവിടെ അതാണോ? ഇവിടെ ക്ഷേത്രങ്ങൾ ഗവൺമെന്റിന്റെയാ. ഈ നില മാറണം. ഇത് മാറാൻ ഇവിടുത്തെ ഹൈന്ദവ സമൂഹം ഒറ്റക്കെട്ടായി ശക്തമായി പ്രതികരിക്കണം. ഇതെങ്ങനെ വന്നതാ? അതായത് പള്ളികളും മോസ്കുകളും ഒക്കെ അവരവരുണ്ടാക്കിയതാണ്. ക്ഷേത്രങ്ങളും അതുപോലെ തന്നെ നാട്ടുകാരുടെയാണ്. നൂറ്റാണ്ടുകളിൽ ആയിരക്കണക്കിന് കൊല്ലം പഴക്കമുള്ളതാണ്. പക്ഷേ രാജാധികാരം ഗവൺമെന്റ്, ജനാധിപത്യ ഗവൺമെന്റ് വന്നപ്പം രാജാവിന്റെ കയ്യിലുള്ളതെല്ലാം ഗവൺമെന്റ് വന്നു. അങ്ങനെ ക്ഷേത്രങ്ങളും ഗവൺമെന്റ് കയ്യിലായി. ഗവൺമെന്റ് സാമാന്യ മര്യാദയ്ക്ക് മാറ്റുന്ന നിയമം ഉണ്ടാക്കി ജനകീയമായി ജനങ്ങൾക്ക് കൊടുക്കുന്ന സംവിധാനം ഏർപ്പെടുത്താതെ ഈ കാട്ടുകള്ളന്മാർ അധികാരത്തിൽ ഇരിക്കുമ്പോൾ രക്ഷപ്പെടില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. വളരെയധികം നന്ദി ശ്രീ പി സി ജോർജ്. വിശ്വാസികൾക്ക് തന്നെ ക്ഷേത്രത്തിന്റെ ഭരണം എത്തണം എന്നുള്ള നിർദ്ദേശമാണ് പി സി ജോർജിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്.